ഹായ് ഓൾ, ഈശ്വരത്തെ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന സാന്റാക്ലോസിനെ പറ്റിയിട്ടാണ്. സെയിൻറ്റ് നിക്കോളസ് എന്ന വിശുദ്ധൻ്റെ പേരാണ് ഈ സാന്റാക്ലോസ് എന്ന രീതിയിലേക്ക് രൂപാന്തരപ്പെട്ട് വന്നിട്ടുള്ളത്. സെയിൻറ്റ് നിക്കോളസ് എന്ന വിശുദ്ധൻ ജീവിച്ചത് തുർക്കിയിലാണ്. ജനിച്ചത് AD 275 ആൾ മരിച്ചത് AD 343 മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് ആൾ മെത്രാനായിരുന്നു. ആ മെത്രാനായിരുന്ന സെയിൻറ്റ് നിക്കോളസിനെയാണ് ആളോട് പ്രാർത്ഥിച്ചു. ആളുടെ ഫീസ്റ്റ് ഡേ ആണ് December 6. ആ സമയത്തൊക്കെ അവർക്ക് ഫീസ്റ്റ് ഡേ ആയിട്ട് ആഘോഷിച്ചു. സെയിൻറ്റ് നിക്കോളസിനോട് പ്രാർത്ഥിച്ചു. അവർക്ക് പല കാര്യങ്ങളും അങ്ങനെ അത് ആൾ വഴിയായിട്ട് വിശുദ്ധ വഴിയായിട്ട് നേടിക്കിട്ടി. ഇന്നത്തെ കാണുന്ന സാന്റാക്ലോസ് എന്ന് പറയുന്ന പേരൊന്നും കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രൂപാന്തരപ്പെട്ട് ഒന്നെങ്കിലും സംസാരത്തിലൂടെ രൂപാന്തരപ്പെട്ട് വന്നതായിരിക്കാം. പക്ഷെ ഇന്ന് സാന്റാക്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന വസ്ത്രം അല്ലെങ്കിൽ രൂപം ഒരു പരിധി വരെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഈ വിശുദ്ധനായിട്ടുള്ള ഈ വ്യക്തിയെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഈ സാന്റാക്ലോസിന് ഈ വസ്ത്രം ഇട്ടിട്ട് ഈ കരോൾ എന്ന് പറഞ്ഞ ഒരുമാതിരി ഒരു എന്തൊക്കെ കാണിച്ചു വിട്ടെന്ന് ഒരു പിടുത്തമില്ലാത്ത രീതി ചെയ്യുന്നത് ആ വിശുദ്ധനോടുള്ള ഒരു അധിക്ഷേപമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് സെയിൻറ്റ് നിക്കോളസ് ഡാൻസ് കളിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കളിച്ചിട്ടുണ്ടാവാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആളുടെ രൂപം അത് ശരിയായിട്ടുള്ള രൂപമായിട്ട് തോന്നുന്നില്ല. അതായത് വയറ് ഉള്ള ഒരു തടിയായിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിലേക്ക് അല്ല സെയിൻറ്റ് നിക്കോളസ് നമ്മൾ ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടത്. ആൾ വണ്ണം കുറഞ്ഞിട്ട് വളരെ ഹൈറ്റുള്ള ഒരാളായിരുന്നു. താടി മുടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെള്ളയുണ്ട്, കുഴപ്പമൊന്നുമില്ല. ചുവന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ടും കുഴപ്പമില്ല, വടി കുത്തി പിടിച്ചുകൊണ്ടും കുഴപ്പമില്ല. അത് മെത്രാനായിരുന്നു. മെത്രാൻ്റെ യൂണിഫോമാണ് ഒരു റെഡ് കളറുള്ള ഡ്രസ്സും അപ്പോൾ തന്നെ വടിയും. അതൊന്നും ഒരു പ്രശ്നമില്ലാത്ത സംഗതിയാണ്. പക്ഷേ ഈ സാന്റാക്ലോസ് എന്ന് പറഞ്ഞ് എന്താ പറയുക, ഈ വയറ് ചാടിച്ച് വളരെ തടിയുള്ള ഒരാൾ അവതരിപ്പിക്കുന്നതും ആ തടിയുള്ള ആൾ കുറേ ആവശ്യമില്ലാത്ത കുറേ സ്റ്റെപ്പുകളൊക്കെ കളിച്ച് എല്ലാവരെയും ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ തമാശപാത്രമായി മാറ്റുന്നൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. ഈ വിശുദ്ധൻ ദാനധർമ്മം ചെയ്തിട്ടാണ് വിശുദ്ധനായി മാറിയത്. അങ്ങേരുടെ കയ്യിലുണ്ടായിരുന്ന സ്വത്തുക്കളൊക്കെ കൊടുത്ത് ഈ കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള പെണ്ണുങ്ങൾക്ക് ദാനമായി കൊടുത്തിട്ട് അവരറിയാതെ കൊണ്ടു കൊടുത്തിട്ടാണ് വിശുദ്ധനായി മാറിയത്. അപ്പോൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാം ആരും അറിയാതെ എന്നുള്ള രീതിയിലാണ് നമ്മൾ വിശുദ്ധനെ അവതരിപ്പിക്കേണ്ടത്. ഈശോ നമുക്ക് ആരാധിക്കുക, സ്നേഹ കുർബാനയും പത്രപരിസ്ഥിതിയും